എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ മരണഭീതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും? നമ്മളെല്ലാവരും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ്. മരണഭീതി നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ട്. എന്നിട്ടും ആദിമ ക്രൈസ്തവരൊക്കെ എന്തുകൊണ്ടാണ് നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന് മെഴുകുതിരിയുടെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുമ്പോഴും അങ്ങേറ്റം നിർഭയരായി കാണപ്പെട്ടത്? അവർക്ക് മരണഭീതി ഉണ്ടായിരുന്നില്ലേ? അവർക്ക് മരണഭീതി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം. സെയിൻറ്റ് ലോറൻസിനെ പോലെ ഒരാൾ തീച്ചുളയിൽ എരിയുന്ന നേരത്ത് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, മറുവശം തിരിച്ചിടൂ എന്നൊക്കെ തമാശ പറയുവാൻ തക്ക വിധത്തിൽ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ വികാസം നേടിയെടുത്തിട്ടുള്ളത്? ആലോചിച്ച് നോക്കുക. അവരുടെ മരണഭീതിയില്ലായ്മയ്ക്ക് കാരണം എന്താണ്? വെറുതെ ഒന്ന് സ്നേഹത്തോടു കൂടി നമുക്ക് തിരയാം. ഒന്നാമത്തെ കാര്യം, അവർക്ക് അനശ്വരതയുടെ അറിവുണ്ടായിരുന്നു. നടപടി പുസ്തകത്തിൽ ഹെറോദ് രാജാവ് പത്രോസ് ലേഖയെ വിചാരണയ്ക്ക് വേണ്ടി തടവിലിടുന്ന രംഗമുണ്ടല്ലോ. അടുത്ത ദിവസം വിചാരണയാണ്, അത് വധശിക്ഷയായി മാറാം. യാക്കോസ് ലീഹായെ തലേന്നാൾ വധിച്ചു കളഞ്ഞു. ഇനി ഏത് നിമിഷവും പത്രോസ് ലീഹായെയും വധിക്കാം. അങ്ങനെ ഇദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. തൊട്ടടുത്ത് രണ്ടുപേരുണ്ട്. ചുറ്റിലുമായിട്ട് 16 ഭടന്മാർ ഇയാൾക്ക് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇരട്ട ചങ്ങലയിലാണ് ഇദ്ദേഹത്തെ ബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ പത്രോസ് അപ്പോസ്തലൻ സുഖമായിട്ട് നിന്ന നിൽപ്പിൽ ഉറങ്ങുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ സങ്കല്പിക്കാൻ സാധിക്കുമോ? സുഖമായിട്ട് ഉറങ്ങുന്ന അദ്ദേഹത്തെ ഒരു മാലാഖവെന്നാണ് ഉണർത്തിയത്. എന്തുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചു? വ്യക്തതയുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാമായിരുന്നു ദൈവം കൃത്യമായിട്ട് ഇടപെടുമെന്ന്. ഇനി മരണം പോലും നേട്ടമാണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അനശ്വരതയെക്കുറിച്ച് സ്വപ്നങ്ങളില്ലാത്ത ഒരാൾക്ക് ഭീതി വരാം. എന്നാൽ അനശ്വരതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരാൾക്ക് നശ്വരതയുടെ സംഗതികൾ ഭീതി ഉണർത്തുന്നില്ല. അതാണ് സത്യം. വീണ്ടും പൗലോസ് അപ്പോസ്തലനിലേക്ക് വരിക. അദ്ദേഹം തിമോത്തിയർക്കാർക്ക് ലേഖനം എഴുതിയത് എവിടെ വെച്ചാണ്? ഒരു ജയിലിൽ വെച്ചാണ്. നുള്ളിയാനും എന്ന പേരുള്ള അതീവ കുപ്രസിദ്ധമായ ജയിലിൽ. അവിടെ അദ്ദേഹം കഴിച്ചു കൂട്ടുമ്പോൾ ആ ജയിലിനെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ആളുകളെ കയറിൽ കെട്ടി താഴേക്ക് ഇറക്കുകയാണ്. ശരിക്കൊരു കിടുങ്ങാണ്. കൃത്യമായിട്ട് സൂര്യപ്രകാശമില്ല. ശ്വാസോച്ഛ്വാസത്തിനുള്ള പ്രശ്നങ്ങൾ പോലും ഉണ്ട്. വല്ലാതെ ജീർണതയുള്ള, ദുർഗന്ധം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരു ഇരുട്ടിൻ്റെ ഇടം. അവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ പെട്ടെന്നങ്ങ് മരിച്ചു പോകും. കാരണം പേടി, ഏകാന്തത, ഈ തീർത്തും അനാരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം. മരിക്കും മുമ്പേ മരിക്കുന്ന മട്ടിൽ മനുഷ്യർ, അങ്ങനെയൊക്കെയാണ് ആളുകൾ. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ. ഇവിടെ കിടന്നുകൊണ്ടാണ് ഇദ്ദേഹം അതീവ സുന്ദരമായ വരികൾ എഴുതിയത്. ആലോചിച്ച് നോക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായിട്ടുണ്ട്, ഞാൻ നല്ല ഓട്ടം പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം പറയുന്നത്, ദൈവത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ, എന്നേക്കും ആമേൻ. ഇങ്ങനെയൊക്കെ പറയാൻ, ഇങ്ങനെയൊക്കെ എഴുതാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കുന്നു? പരാതിയില്ല, പരിഭവങ്ങളില്ല. ദൈവം എല്ലാം നന്മയാക്കി മാറ്റുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളുടെ എഴുത്തിൽ പോലും കൃപയുടെ ഒരു പുഴയൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക? അനശ്വരതയെക്കുറിച്ചുള്ള ഉറപ്പുള്ളവർക്ക് എന്തും ഏതും നന്മയാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ടല്ലോ, മരണം എനിക്കൊരു നേട്ടമത്രേ. മരണം നഷ്ടമൊന്നല്ല, മരണം എനിക്കൊരു നേട്ടമാണ്. കാരണം അത് സ്വർഗ കവാടത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചാൾസ് ഡിക്കൻസിൻ്റെ കഥാപാത്രം പറയുന്ന പോലെ, ഡെത്ത് ഈസ് എ ഫാർ ഫാർ ബെറ്റർ റെസ്റ്റ്. ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ല,
ഏറെ മെച്ചപ്പെട്ട വിശ്രമമാണ് മരണം. അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അക്കരയ്ക്ക് യാത്ര പോകും സിയോൻ സഞ്ചാരി നമ്മൾ ആണ് എന്നൊരു ചിന്ത നമ്മെ വന്ന് പൊതിയണം. ഒരു നിമിഷം ഉള്ളിലേക്ക് നോക്കിയിട്ട് എന്തുകൊണ്ട് ഇത്രയേറെ പേടി? ഒരു ദിവസം മരിക്കുമെന്നറിയാം. ഓരോരുത്തരായിട്ട് മൂടൽ മഞ്ഞിൽ അപ്രത്യക്ഷരാകുകയാണ്. പക്ഷെ ആ മൂടൽ മഞ്ഞിനപ്പുറത്ത് പ്രകാശത്തിൻ്റെ വലിയൊരു ലോകമുണ്ട്, വെട്ടത്തിൻ്റെ പ്രപഞ്ചമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അത് ധ്യാനമാക്കി മാറ്റുകയാണെങ്കിൽ ഭീതിയൊക്കെ മാറിപ്പോവില്ലേ? ചിന്തിച്ചു നോക്കുക. രണ്ടാമതായിട്ട് മരണഭീതി ഇവർക്ക് കുറവായിരുന്നു. കാരണം നശ്വരതയെക്കുറിച്ചുള്ള അറിവും അവർക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയുള്ളൂ റിയാലിറ്റി എന്നവർ മനസ്സിലാക്കിയിരുന്നു. ഫ്രാൻസിസ് ബോർഗിയ എന്നൊരു വിശുദ്ധനുണ്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് അധികം കേട്ടിട്ടുണ്ടോ? ഫ്രാൻസിസ് ബോർജിയ എന്ന വിശുദ്ധൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ജെസ്യൂട്ട്സിലെ 2ാം സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം 3ാമത്തെ ജനറൽ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അദ്ദേഹമാണ് പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയും അതുപോലെ 12 ജെസ്യൂട്ട് യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ചത്. അതായത് നല്ല അഗ്രഗണ്യനായിരുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം വന്നത് എപ്പോഴാണ്? അദ്ദേഹം ഗാൻഡിയ എന്ന സ്ഥലത്തെ ഡ്യൂക്കായിരുന്നു. ചക്രവർത്തിയുടെ പ്രധാന ഉപദേശകനായിരുന്നു. ഒരിക്കലും സന്യാസ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? അദ്ദേഹം വിശുദ്ധനായതിനു ശേഷം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നിടത്തെ പ്രത്യേക മധ്യസ്ഥനായിട്ടൊക്കെ അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ജിയോഗ്രഫിക്കലായ കാരണങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ ഭൂകമ്പമുണ്ടായി. അതെന്താണെന്നറിയോ? ഇസബെല്ല രാജ്ഞി മരണപ്പെട്ടു. അദ്ദേഹത്തിന് പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചു. അതായത് രാജ്ഞിയുടെ മൃതദേഹം ഗ്രനാഡ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എസ്കോർട്ട് ഇദ്ദേഹം നടത്തണം. അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അത്രയ്ക്ക് സൗന്ദര്യമുള്ള, അത്രയ്ക്ക് കരുത്തുള്ള, അത്രയ്ക്ക് പ്രാഗൽഭ്യമുള്ള ചക്രവർത്തിനെയാണ്. അവരാണ് മരിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് അവരെ സംസ്കരിക്കും മുമ്പ് ഈ പ്രിയപ്പെട്ട രാജ്ഞിയെന്ന് കാണണമെന്നുള്ള വലിയ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ കാണാതിരിക്കുന്നത് നല്ലത്. പക്ഷേ അദ്ദേഹത്തിന് വാശിയാണ്, കണ്ടേ തീരൂ. അവസാനം ആ സുവർണ പേടകം തുറന്നു. മുഖത്ത് വിരിച്ചിട്ടിരുന്ന പട്ടിൻ്റെ, വെള്ളപ്പട്ടിൻ്റെ ആ ആവരണം എടുത്തങ്ങ് മാറ്റി. ഞെട്ടിപ്പോയി. അകത്തൊരു ഭൂകമ്പം പോലെയാണ്. കാരണം ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള, ഇത്രയ്ക്ക് പ്രാഗൽഭ്യമുള്ള, ഇത്രയ്ക്ക് ആകർഷണീയത ഉണ്ടായിരുന്ന ഒരാളിപ്പോൾ ജീർണമായിട്ട് അതീവ ദുർഗന്ധത്തോടുകൂടി കിടക്കുകയാണ്. പുഴുക്കൾ അരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ അങ്ങേറ്റം ട്രോമറ്റൈസ്ഡായി, ഷോക്കായിപ്പോയി. ഷോക്കായ അദ്ദേഹം പിന്നീട് എസ്കോർട്ട് സേവിച്ച് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിന്തിച്ചത് മുഴുവൻ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും ഈ ജീവനപ്പുറത്തെ ജീവിതത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചുമാണ്. യാത്രക്കൊടുവിലൊരു മാറ്റം കൂടി വന്നു. ഈ ആർച്ച് ഡ്യൂക്കായിരുന്ന ഈ മനുഷ്യൻ തീരുമാനമെടുത്തു, ഇനി രാജകീയ വഴികളൊന്നും വേണ്ട. അയാൾ ഈ കോർട്ടിൽ നിന്നും നേരെ സാക്രിസ്റ്റിയിലേക്ക് വരുന്ന മട്ടിൽ ഒരു രൂപാന്തരം നേടിയനായി മാറി. സന്യാസ ജീവിതത്തിൻ്റെ പരിക്കൻ വഴികളിലേക്ക് അയാൾ ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെയാണ് ഒരു വിശുദ്ധൻ പിറക്കുന്നത്. കടുകട്ടിയായിട്ടുള്ള ജീവിതചര്യകൾ, അങ്ങേറ്റം താപസമായിട്ടുള്ള വഴികൾ. ഈശോസഭ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തിനെ പിണങ്ങുകയുണ്ടായി. ഇങ്ങനെയൊന്നും വേണ്ട, ഇത്രയൊക്കെ അങ്ങ് തപശ്ചര്യകളുടെ ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത്, ജീവിതത്തിൻ്റെ നശ്വരതയെ മനസ്സിലാക്കി കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അനശ്വരതയ്ക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കർദിനാളാക്കാൻ പാപ്പ ആഗ്രഹിച്ചു. അദ്ദേഹം റോമായിൽ നിന്ന് തന്നെ പലായനം ചെയ്തു കളഞ്ഞു. കർദിനാളാകണ്ട, പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും വേണ്ട, ജീവിതത്തിൽ എടുത്തുയർത്തപ്പെടുന്ന അവസരങ്ങളും വേണ്ട, എല്ലാത്തിനോടും നോ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങുകയാണ്. ജീവിതം അങ്ങനെയൊക്കെയാണ്. മൂന്നാമതായിട്ട്, നിങ്ങളുടെ ബലമില്ലായ്മകളെക്കുറിച്ചുള്ള അറിവ്, അത് നിങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചു കഴിയുമ്പോൾ
നിങ്ങൾക്ക് പിന്നെ മരണഭീതി ഇല്ലാതാവും. ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബലമെന്ന് കരുതുന്ന പലതും ബലഹീനതയല്ലേ. നിങ്ങൾ കരുതും നിങ്ങളുടെ ബന്ധുബലം, നിങ്ങളുടെ പണബലം, ധനബലം, നിങ്ങളുടെ സൗന്ദര്യബലം, ഈ ബലങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ ബലമാണെന്ന്. അവ പലപ്പോഴും ബലഹീനതയാണ്. അതും മനസ്സിലാക്കി കഴിയുമ്പോൾ മനുഷ്യർക്ക് മരണഭീതി ഇല്ലാതാവും. കാരണം കടന്നു പോകേണ്ട യാത്രയാണെന്ന് തിരിച്ചറിവ് വരും. രാമായണം എഴുതിയിട്ടുള്ള ആദി കവി വാൽമീകി, അദ്ദേഹം രത്നാകരൻ എന്നൊരു കാട്ടാളനാണെന്ന് പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ രത്നാകരൻ ആളുകളെയൊക്കെ ആക്രമിച്ച് അങ്ങനെ ജീവിക്കുന്നവനായിരുന്നു. നാരദ മഹർഷി ഇയാളെ ഒരിക്കൽ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. നാരദനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നാരദൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇപ്പോൾ ആ പണമൊക്കെ കൊണ്ട് വീട്ടിൽ കൊടുക്കുന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ചെയ്യുന്ന ഈ കള്ളത്തരത്തിൻ്റെ ഫലം അനുഭവിക്കാൻ, നല്ല ഫലം അനുഭവിക്കാൻ അവർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് കിട്ടുന്ന ശിക്ഷ അനുഭവിക്കാൻ അവർ തയ്യാറാവോ? കർമ്മഫലം അനുഭവിക്കാൻ അവർ തയ്യാറാവോ? അതേ തീർച്ചയാണ്, ഞാൻ അവർക്ക് വേണ്ടിയല്ലേ കക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാവും. അതാണ് സ്നേഹം. മഹർഷി പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് ചോദിക്ക് അവർ റെഡിയാണോ എന്ന്. അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയോട് ഇദ്ദേഹം പറയുന്നു, ഞാനിപ്പോൾ മോഷ്ടിച്ചൊക്കെയാണല്ലോ നിനക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുവന്നിരുന്നത്, എനിക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് നീ ഏറ്റെടുക്കുമോ? വളരെ കൂളായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് അവൾ പറഞ്ഞു, അതിനെന്തിനാണ് ഞാൻ ഏറ്റെടുക്കുന്നത്? നിങ്ങളല്ലേ കട്ടത് ഞാൻ ഭുജിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാനെന്തിനാ ശിക്ഷ ഏറ്റെടുക്കുന്നത്? ഞാൻ നിങ്ങളോട് കക്കാൻ പറഞ്ഞു? അങ്ങനെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ ശിക്ഷ ഏറ്റെടുക്കേണ്ടത് നിങ്ങളല്ലേ, ഞാനല്ലല്ലോ. അയാൾ അമ്പരന്ന് പോയി ഈ ഉത്തരം കേട്ടപ്പോൾ. മൂത്ത മകനോട് ചോദിച്ചു, മകനെ, നീ എനിക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുക്കോ? മകൻ പറഞ്ഞു, ഇല്ലപ്പാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ കണ്ടിട്ടില്ല, കക്കാത്ത ഞാനെന്തിനാണ് ശിക്ഷ ഏറ്റെടുക്കുന്നത്? ഇളയ മകൾ പറഞ്ഞു, ഓമനയാണ്. അവൾ പറഞ്ഞു, ഞാനും ഏറ്റെടുക്കില്ല. കാരണം ചെയ്യാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്ത ശിക്ഷയൊക്കെ ഞങ്ങളെന്തിനാ ഏറ്റെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും കൈവിട്ടു പോയി കഴിഞ്ഞു. ഇയാൾ മനസ്സിലാക്കി, എല്ലാം മായ, സർവം മായ. അത് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ തപസ്സിരുന്ന് ചിതൽപുറ്റുകൾ വന്ന് മൂടി. അതുകൊണ്ട് അയാളെ വാൽമീകത്തിൽ അകപ്പെട്ടു പോയവൻ വാൽമീകി ആയി മാറി. നമ്മുടെയൊക്കെ ജീവിതം ഇതൊക്കെ തന്നെയാണ്. ഈ നമ്മളുടെ കൂടെ വലതും വരുന്നുണ്ടോ? ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും പോകണം. ആ സമയത്ത് കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും എന്നൊരു ഓർമ്മപ്പെടുത്തലകത്തുണ്ട്. വേറെ എന്താണ് വരിക? മരണം വരുന്ന ആൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. അതല്ലാതെ മറ്റെന്താണ് കൂടെ പോരുക? അപ്പോൾ നിങ്ങൾ ഇന്ന് ബലമായി കരുതുന്നത് നിങ്ങളുടെ സമ്പത്താണെങ്കിൽ, സമ്പത്തില്ലാതാകാൻ എത്ര നേരം വേണം? നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ബലമെങ്കിൽ, ആരോഗ്യത്തിൽ നിന്നും അനാരോഗ്യത്തിലേക്ക് സഞ്ചരിക്കാൻ എത്ര നേരം വേണം? ഇനി നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ദാമ്പത്യം, നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ ബലമെങ്കിൽ, ബലമൊക്കെ തീരാൻ അധികം നേരമൊന്നും വേണ്ട. ഈ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു സന്യാസിയുടെ മനസ്സൊക്കെ വരും. അവർക്ക് ഭീതി ഇല്ലാതാവും. ഭർതൃഹരി എന്ന പേരിലൊരു സംസ്കൃത കവിയുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇദ്ദേഹത്തെക്കുറിച്ച്. അതിസുന്ദരമായ കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഉജ്ജയിനിയിലെ രാജാവായിരുന്നു. രാജാവിന് വളരെ പ്രീതിയുള്ള, ഇഷ്ടപ്പെട്ട പിംഗള എന്ന പേരിലുള്ള ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. രാജ്ഞിയെ അന്ധമായിട്ട് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഒരു സന്യാസി തപസ്സിരുന്ന് അമരത്വം നൽകുന്ന ഒരു പഴം സമ്പാദിച്ചു. അയാൾ കരുതി, എനിക്കെന്തിനാണ് ഈ പഴം? ഇത് കഴിക്കേണ്ടത് എല്ലാവരെയും പോറ്റുന്ന മഹാരാജാവാണ്. രാജാവിന് കൊണ്ടു കൊടുത്തു, ഭർതൃഹരിക്ക്. ഈ രാജാവ് എന്താ കരുതിയത്? ഞാൻ അമരത്വം നേടി ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്താ കാര്യം? ഞാൻ അങ്ങേറ്റം സ്നേഹിക്കുന്ന ജീവൻ്റെ ജീവനായ ഈ രാജ്ഞിക്ക് കൊണ്ടുപോയി കൊടുക്കാം. രാജ്ഞി കൊടുത്തു. രാജ്ഞി ഭർത്താവായ മഹാരാജാവിനെ അത്രക്കങ്ങ് സ്നേഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ സ്നേഹം മുഴുവൻ കൊട്ടാരത്തിൽ ഈ കുതിരലായത്തിൻ്റെ സൂക്ഷിപ്പുകാരനോടായിരുന്നു. ചെറുപ്പക്കാരൻ, അവനോടായിരുന്നു കടുത്ത പ്രണയം. അവനുകൊണ്ട് പഴം കൊടുത്തു. പക്ഷേ ഈ യുവാവ് രാജ്ഞിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ സ്നേഹം മുഴുവൻ കൊട്ടാരത്തിലെ നർത്തകിയോടായിരുന്നു.
അയാൾ പഴം അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. കൊട്ടാരത്തിന് നർത്തകിക്ക് പഴം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ കരുതി, ഞാനിത് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് കഴിക്കേണ്ടത് എല്ലാവരെയും പോറ്റി വളർത്തുന്ന മഹാരാജാവ് തന്നെയല്ലേ. അവൾ മഹാരാജാവിന് മുമ്പിൽ പഴവുമായി ചെന്നു. പഴം കണ്ടപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. പിന്നെ കഥ ഇങ്ങനെ ഉൾത്തിരിഞ്ഞു വരികയാണ്. രാജ്ഞിക്ക് കൊടുത്തത്, രാജ്ഞി കാമുകന് കൊടുത്തത്, കാമുകൻ അയാളുടെ കാമുകിക്ക് കൊടുത്തത്, അതാണ് ആ പഴം. അതോടുകൂടി അയാൾ ഒരു കാര്യം മനസ്സിലാക്കി, ഒന്നും ശാശ്വതമല്ല, എല്ലാം കടന്നു പോകുന്നതാണ്. ഇദ്ദേഹം ശൃംഗാര ശതകം എന്ന പേരിൽ എഴുതിയിരുന്ന 100 പദങ്ങളുടെ ഒരു കവിത ഉണ്ടായിരുന്നു, 100 ശ്ലോകങ്ങളുടെ ഒരു കവിത. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹം വൈരാഗ്യ ശതകം എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം ഇറക്കുകയാണ്. അതിസുന്ദരമാണ്. അതിലെന്താണ് പറയുന്നത്? എല്ലാം കടന്നു പോകും, നിങ്ങൾ കടന്നു പോകും മരണത്തോടൊപ്പം. പിന്നെ കടന്നു പോകാത്ത എന്താണ്? നിങ്ങളുടെ അകത്തെ ജ്ഞാനം. വൈരാഗ്യം എന്ന് പറയുന്നത് ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥ മാത്രമാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. അദ്ദേഹം വളരെ കണ്ണു തുറപ്പിക്കുന്ന സത്യങ്ങൾ ഇതിലെഴുതി വെച്ചു. എന്തൊക്കെയാണത്? നമുക്ക് സുഖഭോഗങ്ങളുണ്ടാകുമ്പോൾ രോഗഭയം വരും, സമ്പത്ത് വരുമ്പോൾ ദാരിദ്ര്യഭയം വരും, നിങ്ങൾക്ക് മാനമുണ്ടാകുമ്പോൾ മാനനഷ്ടത്തെക്കുറിച്ചുള്ള ഭയം വരും, നിങ്ങൾക്ക് ധനമുണ്ടാകുമ്പോൾ ധനനഷ്ടത്തെക്കുറിച്ചുള്ള ഭയം വരും, നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകുമ്പോൾ താഴ്ചയെക്കുറിച്ചുള്ള ഭയം വരും. അദ്ദേഹം പറയുന്നു, മൊത്തത്തിൽ ഭയം ഒരാളെ പൊതിഞ്ഞിരിക്കുകയാണ്. ഭയമില്ലാത്ത അവസ്ഥ എപ്പോഴാണ് വരിക? വൈരാഗ്യം എന്ന അവസ്ഥ വരുമ്പോൾ. വൈരാഗ്യം എന്ന് പറയുന്നത് ദേഷ്യമല്ല, മറിച്ച് വിരക്തി, എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ്. അത് വരുമ്പോൾ ഭയമില്ലാതാവും. ഈ വിശുദ്ധരുടെയൊക്കെ അവസ്ഥ അതല്ലേ? ഒന്നിനോടും കാര്യമായ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നിശ്ചല ജ്ഞാനികളെ പോലെ ജീവിക്കുകയാണ്. അതായത് അമിതമായ ദേഷ്യമില്ല, അമിതമായ സങ്കടമില്ല, അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകളില്ല, അമിതമായ ആസക്തികളില്ല. അവരിങ്ങനെ വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയില്ല. ആശ കൂടിയാലല്ലേ നിരാശ കൂടുക. വൃദ്ധനായിട്ടുള്ള ബന്ധുവായ ഒരു അച്ഛനുണ്ട്, അദ്ദേഹത്തെ മാലാഖ അച്ഛൻ എന്നൊക്കെയാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഈ മാലാഖ അച്ഛനോട് ഞാനൊരിക്കൽ ചോദിച്ചു, അച്ഛനിങ്ങനെ ശരിക്കും മാലാഖനെ പോലെ ഇങ്ങനെ പാറ് കിടക്കുകയാണല്ലോ സന്തോഷത്തോടുകൂടി. അതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ എന്നോട് വളരെ കൂളായിട്ട് പറയുന്നു, മോനെ, ആശ കൂടിയാൽ നിരാശ കൂടും, ആശ കുറഞ്ഞാൽ നിരാശ കുറയും, നിരാശ കുറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കൂടും. വളരെ സിമ്പിൾ, വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആശ കൂടുന്നതാണ് നമ്മളുടെയൊക്കെ നിരാശയ്ക്ക് കാരണം. നിരാശ കൂടുന്നതുകൊണ്ട് നമുക്ക് ആനന്ദം കുറഞ്ഞു. ഇതാണ് സത്യം. അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ മരണഭീതിയും സകലമാന ഭീതികളും നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ കുറഞ്ഞ് പിന്നെ വീട് വിട്ടു പോകുന്ന അവസ്ഥ വരും. പിന്നെ നമ്മൾ സ്വതന്ത്രരാണ്. അകത്ത് ആനന്ദം മാത്രമേ ഉള്ളൂ. ഉള്ളതിലും സന്തോഷം, ഇല്ലായ്മയിലും സന്തോഷം. ഈ ഒരു സന്തോഷം അനുഭവിക്കുന്നവരായിരുന്നു വിശുദ്ധരെന്ന് നമ്മൾ തിരിച്ചറിയാം. അടുത്തത്, മരണഭീതി ഒഴിയുന്നത് യഥാർത്ഥ യജമാനെ കണ്ടെത്തുമ്പോഴാണ്. ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിലേക്കൊന്ന് വരിക. അദ്ദേഹം പാംപ്ലോന യുദ്ധത്തിൽ പങ്കെടുത്ത് മുറിവേറ്റ് ആശുപത്രി കിടക്കുന്നു. വലിയ യോദ്ധാവ്, ലോകം മുഴുവൻ കീഴടക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ യുദ്ധത്തിൽ മുറിവേറ്റ് ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹം നേഴ്സസിനോട് പറഞ്ഞു, എനിക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വീരസാഹസികത നിറഞ്ഞ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരിക, അതൊന്ന് വായിച്ച് അതിലൊക്കെ രമിച്ച് ഭ്രമിച്ച് ഞാനങ്ങനെ കിടന്നോട്ടെ, വേദന മറക്കാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞു, അയ്യോ, ഇവിടെ അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നുമില്ല, ഇവിടെ ആകെ ഉള്ളത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ്, വിശുദ്ധരെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. അത് കൊണ്ടുവന്ന് തരാം. ക്രിസ്തുവിനെക്കുറിച്ചും വിശുദ്ധരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹം പതുക്കെ പതുക്കെ വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തു ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. വിശുദ്ധരിലൂടെ, വചനങ്ങളിലൂടെ ക്രിസ്തു അദ്ദേഹത്തെ ആഴമായി തൊട്ടു. യഥാർത്ഥ യജമാനൻ ആരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭൃത്യനെയാണോ യജമാനെയാണോ സേവിക്കേണ്ടത്? ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രാജാവിൻ്റെ ഭടനായിരുന്ന ആളിപ്പോൾ കർത്താവിൻ്റെ ഭടനായി മാറുക എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്.
അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നേരെ പള്ളിയിലേക്ക് പോയി. അവിടെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. ധ്യാനത്തിൽ, ചിന്തയിൽ, വിചിന്തനങ്ങളുടെ അവസാനം അദ്ദേഹം കുറേ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു. ഈ മിലിറ്ററിക്കാരുടെ പ്രത്യേക രീതിയിൽ നിന്ന നിൽപ്പിൽ രാവും പകലും നിന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ നടത്തി. ജീവിതത്തിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്തു. മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അകത്ത് ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭീതികളൊക്കെ കുറഞ്ഞു. ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത കുറഞ്ഞു. സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയൊക്കെ വെടിഞ്ഞു. അദ്ദേഹം വളരെ ഫ്രീ ആയി, വളരെ കൂളായി, വളരെ ഹാപ്പിയായി. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക? അദ്ദേഹം വളരെ ശാന്തമായി കുറേ തീരുമാനമൊക്കെ എടുത്തു. അദ്ദേഹം ഒരു പുഴയിൽ പോയി മുങ്ങി നിവരുന്ന രംഗമുണ്ട്. മുങ്ങി നിവരുന്നത് പുതിയൊരു വ്യക്തിയായിട്ടാണ്. ബ്ലാക്ക് മഡോണയുടെ പള്ളിയിൽ കയറി അദ്ദേഹത്തിൻ്റെ വാളും പരിചയമൊക്കെ അവിടെ തൂക്കിയിട്ടു. അദ്ദേഹത്തിൻ്റെ വില കൂടിയ വസ്ത്രങ്ങൾ, പ്രഭു കുടുംബത്തിലെ അംഗമാണല്ലോ, വില കൂടിയ വസ്ത്രങ്ങൾ പാവങ്ങൾ കൊടുത്തു. ചാക്ക് വസ്ത്രം ധരിച്ചു. എന്നിട്ട് ക്രിസ്തുവിൻ്റെ ഭടനായി മാറിയ അദ്ദേഹം പുതിയ ഒരു ഉന്മേഷത്തോടു കൂടി പുതിയ ഒരു സഭാ വിഭാഗത്തിന് രൂപം നൽകി. ഈശോസഭ. അവരാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് വിദ്യാഭ്യാസ വിചക്ഷണരായിട്ട് മാറിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോൾ സങ്കടങ്ങളൊക്കെ കൂടും. ആശ കൂടുമ്പോൾ നിരാശ കൂടും. നിരാശ കൂടുമ്പോൾ പലതരത്തിലുള്ള സങ്കടങ്ങൾ വരും, പലതരത്തിലുള്ള ഡിസില്യൂഷൻമെൻറ്റ് വരും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ശാന്തമായിട്ട് ചിന്തിക്കുക. നമ്മളൊക്കെ യാത്രക്കാർ മാത്രമാണ്. തീവണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറച്ചാൽ യാത്ര കുറച്ചുകൂടി സുന്ദരമായി മാറും. ശിരോഭാരത്തിന് കുറക്ക്. അപ്പോൾ ജീവിതത്തിന് കുറച്ചുകൂടി ആനന്ദം വരും. ഈ പെട്ടെന്നങ്ങ് സങ്കടപ്പെടുന്നതും പെട്ടെന്നങ്ങ് ഭീതിയിൽ അമരുന്നതും പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിക്കുന്നതും പൊട്ടിക്കരയുന്നതും ഒക്കെ സത്യത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ചെറിയ ജീവിതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്പനാൾ ദൈവത്തിൻ്റെ വെട്ടം പരത്തുവാൻ വേണ്ടി ദൈവം ഇങ്ങോട്ടേക്ക് വിട്ടതാണ്. അകത്ത് വെട്ടമുണ്ട്. ആ വെട്ടം അകാരണ ഭീതി കൊണ്ട് കെടുത്തിക്കളയാതിരിക്കുക, അമിതമായ ആർത്തി കൊണ്ട് കെടുത്തിക്കളയാതിരിക്കുക, അമിതമായ അഹന്ത കൊണ്ട് കെടുത്തിക്കളയാതിരിക്കുക. എന്നിട്ട് വെട്ടത്തെ തൊട്ട് വെട്ടം പകർത്തുന്നവരായി ജീവിക്കുക. നല്ല യാത്ര നേരുന്നു.